ഗുഡ് മോർണിംഗ്. ഞാൻ ആഷിഖ് കമാൽ. എന്തിന്റെ വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? നേരം വെളുത്തിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയുക, അതെന്റെ ഒരു ഭയങ്കര ഹാപ്പിയാണ്. നിങ്ങളോട് എന്തെങ്കിലുമൊക്കെ രണ്ട് വാക്ക് സംസാരിക്കുക. ചിലപ്പോ കുറെ ആൾക്കാരൊന്നും കണ്ടില്ലെങ്കിലും എന്റെ ഒരു സന്തോഷമാണ് ഞാൻ ഇത് ചെയ്യുന്നത്. ഇനി ഞാൻ എന്ത് പറയാന്ന് ആലോചിച്ചപ്പോ തന്നെ രാഷ്ട്രീയം മല പോലെ എടുക്കല്ലേ നമുക്ക് സംസാരിക്കാൻ. പക്ഷെ എനിക്ക് വലിയ രാഷ്ട്രീയത്തെ കുറിച്ച് വലിയ ഒരുപാട് പറയാനോ അത് വലിയ നോളജ് ഉള്ള ഒന്നല്ല. ഒരു ചെറിയ ചെറിയ എൻ്റെ ഒരു പരിമിതിക്കുള്ള ഒരു നോളജ് വെച്ചിട്ട് ഞാൻ പറയാണ് കേട്ടോ. കഴിഞ്ഞ 10 കൊല്ലം LDFന്റെ ഭരണം ഒന്ന് വിലയിരുത്തുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു 80-85% സക്സസ് തന്നെ ആയിരുന്നു എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. അതുപോലെ തന്നെ LDFന്റെ ഏറ്റവും വലിയൊരു പരാജയം തന്നെയായിരുന്നു ഈ ഒരു വോട്ടെടുപ്പ് എന്ന് പറയുന്നത്. എന്നാൽ UDFന്റെ ഏറ്റവും വലിയൊരു വിജയവും. എല്ലാ പാർട്ടിക്കാർക്കും നന്മകളും തിന്മകളും എല്ലാം ഉണ്ട്. ഇപ്പൊ കോൺഗ്രസിന്റെ ഈ ഒരു ഗംഭീര വിജയത്തെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക തന്നെ ചെയ്യാം. അതുപോലെ തന്നെ കഴിഞ്ഞ LDFന്റെ ഭരണത്തെയും ആവറേജ് ജനങ്ങൾ എല്ലാവരും അത് ആസ്വദിച്ചു എന്നുള്ള തന്നെ സത്യം. ചെറിയ ചെറിയ തെറ്റുകൾ, ചെറിയ ചെറിയ പിഴവുകളെ വലുതാക്കി കാണിച്ച് അത് രാഷ്ട്രീയ കളികളാണ്. ഈ ഏതെങ്കിലും ഒരു പാർട്ടി നല്ലത് ഒരുപാട് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു തിന്മയുണ്ടോ എന്ന് ഉറ്റുനോക്കി അതിനെ കൈകൊട്ടി വലിയ തിന്മയെ വലിയ തിന്മയിലേക്ക് എത്തിച്ച് ആ ഒരു ഭരണത്തെ എങ്ങനെയും താഴ്ത്തി കെട്ടി എനിക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കയറണം എന്നുള്ള ഒരു ആവേശം, അത് തന്നെയാണ് എല്ലാ പാർട്ടിക്കാരും തന്നെ. എന്നാൽ ഇക്കണ്ട ജനങ്ങൾ മുഴുവൻ ഒരു ഭരണം മാറ്റം വേണം. ഞാനും ആഗ്രഹിക്കുന്നുണ്ട്. 10 കൊല്ലമൊക്കെ LDF ഭരിച്ചില്ലേ, ഇനി ഒന്ന് UDF ഭരിക്കട്ടെ. എനിക്കും അതൊക്കെ ആഗ്രഹം തന്നെയാണ്. ഒരു ഭരണ മാറ്റം, എന്തൊക്കെ ചേഞ്ചുകളാണ് അടുത്ത നെക്സ്റ്റ് പാർട്ടി നമുക്ക് ചെയ്തു തരുന്നത്, ഒരു ആവേശമുണ്ട്, ഒരു ഇതുണ്ട്. പക്ഷെ എല്ലാ ജനങ്ങളും ഈ പറഞ്ഞ പോലെ എല്ലാ ജനങ്ങളും വോട്ടിന്റെ ഒന്ന് ആവേശത്തോടു കൂടെ ഒരു ഭരണമാറ്റത്തിന് വേണ്ടി തയ്യാറെടുത്ത് ഓടിക്കതച്ച് പോയി വോട്ട് ചെയ്ത് സുഖമില്ലാത്തവരെ കൊണ്ടുപോയിട്ട് ആംബുലൻസിൽ കൊണ്ടുവന്നിട്ട് വരെ വോട്ട് വരെ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ചെയ്ത് കൊടുത്ത് ഇവരെ ഗംഭീര വിജയത്തോടു കൂടി ജയിപ്പിച്ചു. ഇവര് വീട്ടിലിരുന്നിട്ട് കുത്തിയതല്ല ഈ വോട്ടൊന്നും, കണ്ട ജനങ്ങൾ ചെയ്താണ്. ഇപ്പൊ അത് ചെയ്തു കൊടുത്തു. ഇനി അവർക്കുള്ള പ്രശ്നം എന്താ വെച്ചാല് ആര് മുഖ്യമന്ത്രിയാവും? അവര് ഈ കോൺഗ്രസിന്റെ ഇടയിൽ ഭയങ്കര തല്ല, നീയാവ് ഞാനാവ്, നീയാവാൻ പറ്റില്ല ഞാനാവാൻ പറ്റില്ല. ലാസ്റ്റ് ഇവരുടെ ചർച്ച കേന്ദ്രത്തിലേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് ആരാക്കണം എന്നുള്ളത്. സ്വന്തം തീരുമാനം, അതായത് സ്വന്തമായിട്ട് ഒരു തീരുമാനമില്ലാത്ത പാർട്ടിയെ നിങ്ങൾ എങ്ങനെയാണ് ജനങ്ങളുടെ തീരുമാനങ്ങളെ പരിഗണിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നത്? വളരെ മോശമാണ്. ഇത്രയും ജനങ്ങളെ നിങ്ങൾ വിഡ്ഢിയാക്കിക്കൊണ്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്വന്തമായിട്ട് ഒരു തീരുമാനത്തിന് വേണ്ടിയിട്ട് ഇത്ര അധികം ടൈങ്ങൾ എടുക്കും. മറ്റുള്ള സ്റ്റേറ്റുകൾ നിങ്ങളെ കണ്ടുപഠിക്കണം. അവിടെ എല്ലാ പ്രതിജ്ഞയെടുക്കലോ കഴിഞ്ഞു. നിങ്ങൾ ഇപ്പോഴും ആരാവണം എന്നുള്ളതിനെ കുറിച്ച് ചിന്തിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ തോൽവി. LDF ഭരിക്കുന്ന കാലത്ത് നമ്മുടെ ആരോഗ്യ മന്ത്രി ഉണ്ടായിരുന്നു ഫസ്റ്റില്. ആ ടീച്ചർ വളരെ രസകരമായിട്ട് നമുക്ക് കൊറോണ എന്ന ഒരു ആ മഹാമാരിയെ എത്ര രസകരമായിട്ട് കൊണ്ടുവന്നു ആ ഒരു പാർട്ടിയിലെ. പ്രത്യേകിച്ച് ആ ടീച്ചറെ അഭിനന്ദിച്ച് പറയേണ്ട ഒരു കാര്യം കൂടെയാണ്. ലോകം മുഴുവൻ ഇവർക്ക് നേരെ കൈയടിച്ചതാണ് അല്ലേ? നമ്മളെല്ലാവരും കണ്ടാണ്. പിറ്റത്തെ 5 വർഷത്തിന് ശേഷം അവരെ ആ ഒരു ഭാഗത്തിൽ നിന്നും വേറൊരു ഭാഗത്തിലേക്ക് തിരിച്ചു. ടീച്ചർ വന്ന് പറഞ്ഞത് എന്താണെന്നറിയോ? പാർട്ടിയുടെ തീരുമാനം ഞാൻ അംഗീകരിക്കുന്നു, പാർട്ടിയാണ് ഞങ്ങളുടെ തീരുമാനമെടുക്കുന്നത്. അതാണ് പാർട്ടിയുടെ ഒത്തൊരുമ എന്ന് പറയുന്നത്. കണ്ടുപഠിക്കണം കോൺഗ്രസെ. നിങ്ങൾ വളരെ ലജ്ജാകരമായ പരിപാടികളാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ മോശമാണ്. നിങ്ങൾ ഇനിയെങ്കിലും സ്വന്തമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പഠിക്കുക. എന്നിട്ട് ജനങ്ങളിലേക്കുള്ള തീരുമാനങ്ങളിലേക്ക് നിങ്ങൾ എത്തിപ്പെടും. സ്വന്തമായ തീരുമാനമെടുക്കാൻ കഴിവില്ലാത്തവർ നിങ്ങൾ എങ്ങനെയാണ് ജനങ്ങളുടെ തീരുമാനങ്ങളെ നിങ്ങൾ പരിഹരിച്ചു പോരുന്നത്? നാണക്കേടാണ്. സൂക്ഷിക്കുക ജനങ്ങളെ, നിങ്ങൾ സൂക്ഷിക്കുക. ഞാൻ ഇപ്പോഴും പറയുന്നു, ഞാൻ ഒരു പാർട്ടിയോട് ഇതല്ല, പക്ഷെ ഇവര് ഒരു മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കാൻ ഇത്രയും ദിവസങ്ങൾ കൊണ്ട് കളയുന്നത് കണ്ടപ്പോൾ വളരെ ലജ്ജാകരവും നാണം കെട്ട ഒരു പരിപാടിയുമായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ട് പറഞ്ഞതാണ്. എല്ലാവരുടെയും, പ്രത്യേകിച്ച് കോൺഗ്രസ് അനുയായികളുടെ എല്ലാവരുടെയും മനസ്സിൽ പൂക്കൾ വിടരട്ടെ. താങ്ക് യു വെരി മച്ച്.